ഈ കോൺഗ്രസ് വിജയിച്ച് കയറിയ 63 മണ്ഡലങ്ങളിലും ഈ KC ആണെങ്കിലും VD ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും പ്രവർത്തകരാണെങ്കിലും ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത്. അവർ വിജയിച്ചു വന്ന് CLP ലീഡറെ തീരുമാനിക്കുന്നു. അപ്പോൾ CLP ലീഡറെ തീരുമാനിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളല്ല, കേസ് തന്നെ നയിക്കണമെന്ന് ഭൂരിപക്ഷം ആളുകൾ അഭിപ്രായപ്പെട്ടാൽ ഹൈക്കമാൻഡിനെ മറിച്ച് എന്താണ് ചെയ്യാൻ കഴിയുക? അതിനെതിരെ ഒരു പ്രതിഷേധം തെരുവുകളിലുണ്ടാവുന്നു. ആ തെരുവുകളിൽ നടക്കുന്ന പ്രതിഷേധം എങ്ങനെയാണ് PR വർക്ക് എന്ന രീതിയിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്, എങ്ങനെയാണ് ഫ്ലെക്സുകൾ അവിടെ വന്ന് നിറയുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. നോക്കൂ, ഹൈക്കമാൻഡ് പ്രോസസ്സിലാണ്. ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല, ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അതിനിടയിലാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. എന്താണ് ഈ പ്രതിഷേധത്തിൻ്റെ ഉദ്ദേശം? ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കുക. നിങ്ങൾക്കൊരു പാർട്ടിയുടെ തലപ്പത്തുള്ള ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കി ഒരു കാര്യം നേടാൻ കഴിയുമെങ്കിൽ നാളെ ഈ ഗവൺമെൻറ് എടുക്കുന്ന ഏതു തീരുമാനത്തിനും ഇതേപോലെ ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാം. പിന്നെ ഈ സർക്കാർ കോൺഗ്രസ് സർക്കാരാണെന്ന് പറയുന്നതിൽ എന്താ കാര്യം? ഹൈക്കമാൻഡിന് തീരുമാനം ഉണ്ടാവണ്ടേ? ഇത് ആദ്യമായിട്ടാണോ പാർട്ടിക്ക് പുറത്തുനിന്ന് MLA-മാരുടെ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുന്നത്? നമ്മൾ എത്ര തവണ പറഞ്ഞു, CH ഉദയമേനോൻ 1969 വരുമ്പോൾ അന്ന് രാജ്യസഭാംഗമാണ് CH ഉദയമേനോൻ. രാജ്യസഭാംഗമായ CH ഉദയമേനോനാണ് ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. എന്താ, അന്ന് MN ഗോവിന്ദൻ നായർ അടക്കമുള്ള നേതാക്കൾ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, അതാ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടു. രണ്ടാമത് AK ആന്റണി വരുന്നു 95-ൽ, അന്നും രാജ്യസഭാംഗമാ AK ആന്റണി. മത്സരിക്കാൻ വേണ്ടി വരുമ്പോൾ എന്താ, കേരളത്തിൽ ഉമ്മൻചാണ്ടി പത്മനാഭനൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? ആ രാഷ്ട്രീയ അവസ്ഥയിൽ ആവശ്യപ്പെട്ടു. ഇപ്പോൾ ദാ വരുന്നു KC വേണുഗോപാലിനെ കൊണ്ടുവരണമെന്ന് പറയുന്നു. ഞാൻ മാധു പറഞ്ഞ ഒരു ഭാഗത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം എന്താ, അവിടെ സച്ചിൻ പൈലറ്റ് അടക്കമുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും ഓർഗനൈസിംഗ് സെക്രട്ടറി പദവിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഉത്തർപ്രദേശ് അടക്കം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഒരു ദീർഘകാലമായി ഓർഗനൈസിംഗ് സെക്രട്ടറിയിലിരുന്ന് കോൺഗ്രസിനെ മാന്യമായ ഒരു നിലയിലേക്ക് എത്തിച്ച് ദേശീയ തലത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച ടീമിൻ്റെ ഭാഗമായ KC വേണുഗോപാലിന് അർഹിക്കപ്പെട്ട സ്ഥാനം കൊടുത്ത് നാട്ടിലേക്ക് മടക്കുന്നു. ആ വാദത്തെ ഞാൻ ഭാഗികമായി ശരിവയ്ക്കുന്നു. കാര്യം അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. പക്ഷേ അവിടെ അത് നടക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ MLA-മാരെ പിന്തുണയ്ക്കണം. കേരളത്തിലെ MLA-മാരെ പിന്തുണച്ചില്ലെങ്കിൽ KC വേണുഗോപാൽ കേരളത്തിൽ വരൂല. കേരളത്തിൽ MLA-മാരെ പിന്തുണയ്ക്കുമ്പോൾ പറയുന്നു ആ MLA-മാരെ KC നിർത്തിയതാണല്ലോ എന്ന് പറയുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ ഈ ജനവിധിയോടുള്ള അവഹേളനം? അതല്ലേ തെരഞ്ഞെടുത്ത ജനങ്ങളോടുള്ള അവഹേളനം? അതല്ലേ MLA-മാരോടുള്ള അവഹേളനം? ഈ MLA-മാർ വിചാരിച്ചാൽ അവരുടെ മണ്ഡലത്തിൽ ഇന്നിപ്പോൾ പ്രതിഷേധ പ്രകടനം നടത്താൻ പറ്റൂലേ? കേരളത്തിലെ DCCയുടെ പ്രസിഡന്റുമാർ വിചാരിച്ച അതാത് DCകളിൽ ഇതിനേക്കാൾ വലിയ പ്രതിഷേധം നടക്കൂലേ? ഈ കേരള കോൺഗ്രസിലെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ KCയുടെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പ്രകടനം പോലെ ആയിരിക്കും ആ പ്രകടനം ഉണ്ടാവുക? ആ പ്രകടനം ഏത് വഴിക്ക് എവിടെ പോയി നിൽക്കും? ഇപ്പോഴും KC ആ അർത്ഥത്തിൽ KCയുടെ ഗ്രൂപ്പ് സംയമനം പാലിക്കുന്നില്ലേ? എവിടെയെങ്കിലും ആ അർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പന്തം കൊളുത്തി പ്രകടനവുമായിട്ട് വരുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിലുള്ള പ്രകടനങ്ങളല്ലാതെ അതൊരു മിനിമം കോമൺ സെൻസ് ആണ്. ഇതിപ്പോൾ VD സതീശനെതിരായിട്ട് വരികയല്ലേ? നാളെ ഹൈക്കമാൻഡിൻ്റെ മുന്നിൽ വരാൻ പോകുന്ന റിപ്പോർട്ടിൽ ഈ ഡിസിപ്ലിനറി വിഷയമല്ലേ മുൻപിൽ വരിക?